സഹോദരി അമ്മണി തോമസ്, മൂന്നാമത്തെ തലമുറയാണ് ഉമ്മൻചാണ്ടി, നാലാമത്തെ തലമുറയാണ് ചാണ്ടി ഉമ്മൻ. പിന്നെ ഈ നാലാം തലമുറക്കാർ കോൺഗ്രസ് MLA തീറ്റിലും മുഖ്യമന്ത്രി തീറ്റിലും എല്ലാ സുഖസൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിച്ചതല്ലേ. ഞങ്ങൾക്കത് മുലപ്പാൽ ഉപ്പ് നോക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് ഉമ്മൻചാണ്ടിയുടെ മക്കളും ജീവനുള്ള കാലത്തോളം അടുത്ത് കണ്ട് ചിറ്റാലും അവർ കോൺഗ്രസ് തന്നെ തുടരുമെന്ന് ഞാൻ വളരെ ശക്തമായിട്ട് പറയുകയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെല്ലാത്തിനും സ്നേഹത്തിൽ ഞാൻ തിരിച്ച് ആ സ്നേഹം നിങ്ങളെ എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ കുടുംബമായിട്ട് സ്നേഹിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ സുനാമിയുടെ കാലത്ത് എനിക്ക് പോകാൻ വേണ്ടി ഞാൻ കാറയിലിപ്പുണ്ട്. അവിടെ സുനാമി വന്ന് ആ തീരപ്രദേശത്തെല്ലാം ഞാൻ എറണാകുളത്തുണ്ട്. അതിൻ്റെ ഭീകരത മുഴുവൻ ഞാൻ കണ്ടതാണ്. സുനാമി എങ്ങനെ നല്ലതായിട്ടാവും ഉമ്മൻചാണ്ടി നേരിട്ട്. പിന്നെ വന്ന് ഓഹിക്കെത്താൻ സംഭവിച്ച വെള്ളപ്പൊക്കങ്ങൾക്ക് എന്നാ സംഭവിച്ച് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വന്യമൃഗങ്ങളിൽ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ കയറി ആക്രമിക്കുവാനോ പ്രിയപ്പെട്ടത്. ഉമ്മൻചാണ്ടി അധികാരം നിയമം എല്ലാം മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ച് അത് 24/7 പ്രവർത്തിച്ച ഒരാളാണ്. ഭാര്യ നില എനിക്ക് ഉമ്മൻചാണ്ടി ഭർത്താവ് നില എനിക്ക് കിട്ടിയിട്ടില്ല, അദ്ദേഹം സംസാരിച്ചിട്ടില്ല. വീട്ടിലുള്ളപ്പോഴും ഫുൾ ടൈം ഫോണാണ്, ഭക്ഷണം കഴിക്കുമ്പോഴും ഫോണാണ്. ഒരു സെൻറ്റൻസ് എനിക്ക് മുഴുവൻ പറയാൻ ഒക്കത്തില്ല, അതിനുമ്പേ ഫോൺ വരും, അപ്പോൾ നിർത്തും. പിന്നെ ഞാൻ വല്ലപ്പോഴും ഫോൺ ചെയ്ത കാര്യങ്ങൾ പറയും. അപ്പോഴും ഒരു 2-3 വാക്കുകൾ പറഞ്ഞപ്പോൾ എന്നില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഓർത്ത് ഉമ്മൻചാണ്ടി ഇപ്പോൾ ഈ മരണം 2016 ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ മാവേലി നാട് വാണ പോലെ എല്ലാവരും ചേർത്ത് പിടിച്ചില്ല ഉമ്മൻചാണ്ടി. അതിൽ കോൺഗ്രസ് എല്ലാവരും ചേർത്ത് പിടിക്കുന്നു, UDF എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്ത് നിങ്ങൾ NK പ്രേമചന്ദ്രനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് UDFന് വേണ്ടി ഒരു വോട്ട് ചെയ്യുക മാത്രമല്ല, അയൽവക്കാർ നിങ്ങളുടെ ബ്ലഡ് റിലേഷൻസ് എല്ലാവരോടും പറയും. അവിടെ വോട്ട് കൂടി അത് സാധ്യമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി.